ഹലോ ഹായ് ഗൈസ്, എല്ലാവർക്കും മൈൻക്രാഫ്റ്റ് ഹാർഡ് കോറിൽ വീണ്ടും സ്വാഗതം. ഇനി നമ്മൾ ഈ ഒരു വില്ലേജ് മാറി പോകേണ്ടി വരുമെന്ന് തോന്നുന്നു ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വില്ലേജസിലുള്ള മിക്ക ആൾക്കാരൊക്കെ സോംബിയോട് കൊന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്ത് ചെയ്യും? അപ്പോൾ സർക്കാർ എല്ലാ ആൾക്കാരും നമുക്ക് യൂസ് ചെയ്യാല്ലേ. നമുക്കൊരു വേറെ പണി കിട്ടിയാൽ നമുക്ക് എല്ലാ ആൾക്കാരൊക്കെ അല്ലേ നമുക്കൊരു കുഴിച്ചു വിടാനൊക്കെ. ഒരു കുഴിയിൽ പാകത്തൊക്കെ അവരൊക്കെ അതെങ്ങനെ ഉണ്ടാവും? അതാകുമ്പോൾ സോംബികൾക്ക് കിട്ടൂല. നമുക്ക് ആവശ്യം വരുമ്പോൾ പല യൂസ് ചെയ്യുകയും ചെയ്യുക. അതിന് രണ്ടാൾക്കാരെടുത്താണ്ട് നമുക്കൊരു ബ്രീഡർ ഉണ്ടാക്കാം, വില്ലേജ് ബ്രീഡർ. അപ്പോൾ നേരെ നമുക്ക് വീടിലോട്ട് പോവാം. നമുക്കിപ്പോൾ ഈ ഒരു വില്ലേജിൻ്റെ ഇതായിരിക്കുന്നു. നമുക്ക് അത്യാവശ്യം നല്ല ബെഡ് വേണമെന്നുണ്ട്. ഒരാടിനെ നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ കയ്യിൽ മറ്റേ ചിലന്തിൻ്റെ പോലെ ഉണ്ട് നമ്മുടെ കയ്യിൽ. അതില്ലല്ലോ അല്ലേ? പക്ഷേ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇത് ഉണ്ടാക്കാൻ പറ്റും, ഒരു കയറ്. അല്ലെങ്കിൽ മറ്റേ വില്ലേജിൻ്റെ മറ്റേ ഡെലിവറി ബോയ് പോലെ സാധനം, ഡെലിവറി അല്ല, ഒരു സാധനങ്ങൾ തന്നെ വിളിക്കുന്ന ആളുണ്ടാവില്ലേ, ഒരാടിനെയും കൊണ്ടുണ്ട്. ഇവിടെ എന്താണല്ലോ, ഇതെന്താ പറ്റിയാവോ? അതിനോട് എവിടെയും കാണില്ല. മോളിൽ പോയൊക്കെ നമുക്ക് ഓനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓനെ കൊണ്ടാണ്ട്, അല്ലെങ്കിൽ മറ്റേ തീറ്റകളിൽ നിന്ന് തുപ്പലിട്ടും ഒരു നമ്മളെ തുപ്പി കൊല്ലും. അതും പേടിയാണ്. ഇവിടെ ചുറ്റും നോക്കിയിരുന്നു കാണുന്നില്ല. പക്ഷെ ഈ ആടിനെ കാണുമ്പോൾ കുറച്ച് ദേഷ്യം പെണ്ണ് കഴിച്ച്. എന്താന്ന് വെച്ചാല് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഈ സാധനത്തിന് നമുക്ക് കിട്ടിയില്ല. ഓക്കെ, പരക്കം പാഞ്ഞ ആൾക്കാർ പോലെ. അവിടെന്താ വില്ലേജസ് കച്ചവടം നടത്തുന്നുണ്ടോ? വില്ലേജസ് കച്ചവടം നടത്തുന്നുണ്ടോന്ന് സംശയം കഴിച്ചു. ലൈഫ് ലേഖ അടിച്ചിട്ടുണ്ട് അതിനടുത്ത്. ഇല്ലല്ലോ, പിന്നെയും കൊഞ്ഞടി. അതിനോട് ചേട്ടാ ഞാൻ ചെയ്യാറില്ല, ഞാനൊന്നും കാട്ടിട്ടില്ല കേട്ടോ വില്ലേജിന്. ഇനി വെറുതെ കാട്ടാൻ പറ്റില്ല, ചേച്ചാ തല്ലല്ല. നമുക്ക് കോളും ആവശ്യമുണ്ടെങ്കിൽ ടോർച്ചൊക്കെ ഉണ്ടാക്കണം വന്നെങ്കിൽ മറ്റേ അവതാരത്തിനെ കാണാമല്ലോ. ഓനെ കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കയറ് ഓൻ്റെ അടുത്ത് ഒപ്പിച്ച 2 കയറ് ആകുമ്പോൾ നമുക്ക് ഒരാടിനെ കിട്ടിയിട്ടാണ് നമുക്ക് നെതർ പോർട്ടലൊക്കെ ഉണ്ടാക്കുമ്പോൾ നെതറിൽ പോകേണ്ടി. നമുക്ക് ഇവിടെ ബോക്സ് ഉണ്ടാണോ അല്ലോ ഒന്നും പറ്റി. സത്യം ഇവിടുത്തെ ബോക്സ് ഇതിൽ അടിച്ചോണ്ടോ? ഇത് സത്യം പറഞ്ഞോ? ഇതാണ് ഇവിടുന്ന് കൊണ്ടുപോയതെന്ന് വെച്ചാൽ ഒന്നും പറയണ്ടായിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യും ഗൈസ്?
ഒരു കയറുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നൈറ്റായി ചെയ്തു. അയ്യോ, ഇവിടുന്ന് ചാടിയ പ്രശ്നമാണ്. ചാടിയിട്ടില്ലെങ്കിലും പ്രശ്നമാണ്. അയ്യേ, ഇതുവരെ പശു കൂടെ ആയിരുന്നു. അയ്യോ, അപ്പം അങ്ങനെ ഞങ്ങൾ പെട്ടല്ലോ. ക്രീപ്പർ 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 ഓടിക്കോ, ജീവനും കൊണ്ട് ഓടിക്കോ. നേരെ വരി കൊണ്ടിക്കോ, ഏത് വരെ ഇട്ടും ആ വരി കൊണ്ടിക്കോ. അയ്യോ ഗൈസ്, വിട്ടു ഇല്ല വിട്ടു. ഇവിടെ എത്താറില്ലല്ലോ, പൊട്ടിത്തെറിച്ചാനുണ്ട്. ആ മരക്കുണ്ടൊക്കെ ചുടന്ന്. ഇനി എമ്പടക്കില്ല പണി തുടങ്ങി ഞാൻ കഴിച്ചു ഇപ്പം തന്നെ. കാരണം കയറിട്ടഞ്ഞ് മാർഗമൊന്നുമില്ല. കയറാൻ കഴിയില്ലേ? കയറാൻ കഴിയും. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ പണി നല്ലത്. പിന്നെ ഒരു ടോർച്ച് ഉണ്ടാക്കിയേക്കട്ടെ. ടോർച്ച് ഉണ്ടാക്കി വെച്ചിട്ടില്ല ഞാൻ. എടുത്ത് ടോർച്ച് ഉണ്ടാക്കുക. അവിടെയൊക്കെ ഇവിടെയൊക്കെ ഇവിടെ ഈ ഒരു മുണ്ടൊക്കെ വെക്കുക. ഇതൊരു കുറച്ചുകൂടി വലുപ്പമാകട്ടെ. അതൊരു ഇതില്ല, അങ്ങനെയല്ല. അതൊന്നല്ല ഈ പറഞ്ഞു എനിക്ക്. ഈ കൊച്ചൊന്ന് റെഡി ആക്കിയിട്ട് ഇപ്പോൾ വരെ കഴിച്ചു. ഏകദേശം ഇപ്പോൾ സെറ്റാക്കി കഴിച്ചു. ഇതിങ്ങനെ കാണുന്നത് മറ്റേത് ഇതാക്കിയിട്ടാണ് ഞാൻ കുറച്ചിട്ട് പോരാൻ. ഓക്കെ, ഇപ്പോൾ സെറ്റായില്ലേ? ആദ്യം നീല ഓണാക്കി വെച്ചിട്ട്, നീലല്ല ഒരു ഷേഡോൻ്റെ ഷേഡോ. പക്ഷേ ഒന്നുകൂടി മുകളിലേക്ക് ഇതാക്കാൻ പറ്റില്ലേ? രണ്ടെണ്ണം പോണ്ട. കൂടെ ഒരു മൂടിയൊക്കെ ചെയ്യും വേണം. വില്ലേജസിന് ഇതിലുള്ള കൊണ്ടുവരണം വേണം. വില്ലേജസിന് ഇങ്ങനെ കൊണ്ടുവരപ്പോൾ നമുക്ക് ബോട്ട് ഉണ്ടാക്കേണ്ടി വരും. അമ്മമാരെ നമുക്ക് ഇവിടുന്ന് വെട്ടിയെടുക്കാം. നേരെ നമ്മളെ കയ്യിലുണ്ട്, പക്ഷെ അത് നമുക്ക് വീടുണ്ടാക്കാൻ ആവശ്യം വരും. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് കളയട്ടെ. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കളയാൻ നമുക്ക്. ഈ കോപ്പറിൻ്റെ സാധനം നമുക്ക് വേണ്ട.
കോപ്പട്ടെ നമുക്കൊരു സോംബിനെ കൊന്നപ്പോൾ കിട്ടിയാണ്. നേരത്തെ ഞാൻ രാവിലെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. രാവിലെ ഒരു 8 മണി ആവണേന് മുന്നേ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. 8 മണി ആവണേന് മുന്നേ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഇതിന് കറണ്ടും പോയി. പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രീ ഫയർ കളിച്ചുകൊണ്ട് കറണ്ട് വന്നപ്പോൾ ഞാൻ നേരെ വീഡിയോക്ക് വന്നു. ഒരു അടയാളത്തിന് ഇത് വെച്ചേക്കാം. ഇനി ഒരു ടോർച്ച് അതിലൂടെ ഈ കുഴിയിലൂടെ ചെയ്യാം. ക്രീപ്പർ പെരൻ്റെ മുകളിലൊക്കെ സെല്ലിയാല സെയ്തിനാ. ഞാൻ പോട്ടെ വീഡിയോ ഓണല്ലേ നോക്കിയതാ. ഞാൻ കാണുന്ന കണ്ടോ വില്ലേജസിനൊക്കെ കൊല്ലാണ് ഗൈസ്. ഹലോ ഗൈസ്, നമ്മൾ വില്ലേജസിന് കൊണ്ടുപോവാണ്. നമുക്ക് വില്ലേജസിനും ഒരേ ലൈഫ് ഗൈസ്. നമുക്ക് നമ്മളെ സ്ഥലത്ത് കൊണ്ടുപോകാൻ ലേഖ അടിച്ചിട്ടുണ്ടാകും. ചെറുതായിട്ട് ലേഖ അടിച്ചിട്ടുണ്ട് ഗൈസ്. ചെറുതായിട്ടില്ല, വലുതായിട്ട് കയറാം. അങ്ങോട്ട് നമുക്ക് ഈ ഭാഗത്തൊക്കെ പോകാറുള്ളത്. ഈ ഭാഗത്ത് പറയാം. ഇങ്ങോട്ട് വന്നു. പക്ഷെ ഇങ്ങോട്ട് അങ്ങനെ ഇതിനുള്ളിൽ എങ്ങനെ ആക്കാന്ന് വെച്ചാൽ ഒരു വ്യക്തം പേടിയില്ല. ഈ പശുവിന് എന്തിൻ്റെ കേട നീച്ച് പോയിക്കുകയാണ്. എന്ത് ചെയ്യും? വന്നാൽ ഞാൻ ചവിട്ടി പൊട്ടും. കയറി ചെയ്താൻ കയറിയോ അവിടെ കുന്നവടിയുടെ ഞാൻ മോട്ടിലിട്ട് കുത്തി കയറ്റിടാൻ തന്നെ അവിടെ ആരങ്ങോട്ട് കയറി വരാൻ പറഞ്ഞേ. ഞങ്ങൾക്കെന്താണ്ട് ചാവണ്ടല്ലോ. ഇനി ഒരുപാട് തടം കെട്ടിയൊക്കെ സൈസ് അല്ലെങ്കിൽ ഇരുട്ടാകുമ്പോൾ അതിൻ്റെ സോംബികളൊന്നും കൊന്നാലും ഇതിനുള്ള ഇപ്പോൾ 20 ലൈഫ് ഇല്ലത്. വില്ലേജസിൻ്റെ കാര്യമാണ്. നമുക്ക് വിസിറ്റ് ഇവരെ അങ്ങോട്ടേലൊക്കെ പോകട്ട്. എന്നെ പേടിച്ചിട്ട് ഞാൻ കണ്ണൊക്കെ എന്ത് ചെയ്യാൻ എൻ്റെ കുറിച്ച് ഒന്നും പറയല്ല. ബ്രീഡാണ് ഇജാണ് ബ്രീഡാണ്. ചവിട്ടി മുട്ടി ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടെ കുറച്ച് കഷ്ടപ്പെട്ടു ഇതിനുള്ളിൽ കടത്താനായിട്ട്. ആ ഭാഗത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പാഞ്ഞെടുക്കുക. വണ്ടി പാഞ്ഞ് അവസാനം രാത്രിയായും ചെയ്തു. കടന്നുറങ്ങുകയും ചെയ്തു. ഇപ്പോൾ ചുറ്റിന് സോംബിയാണ്. കടന്നുറങ്ങാൻ സ്ഥലമില്ല. മര്യാദക്ക് എത്തിച്ചോ.
അവിടെ നേരത്തെ നമുക്ക് കടക്കാൻ പറഞ്ഞാണ് ഇരുട്ടാണതിന് മുന്നേ. നമ്മുടെ ഈ ഇരുട്ടായിട്ട് പറഞ്ഞാൽ ഇവിടെ ഒരു ആ ഭാഗത്ത് തന്നെ നിൽക്കണൊക്കെ ആ ബെഡ് മുന്നേ കണ്ടേക്കോ. വേറെ മൂട്ട് കൂടെ വെച്ചിട്ട് വരാൻ നോക്കി കൊത്തി ഞാൻ കൊടുക്കാനാണ്. ഞാൻ കയറിയിട്ട് ഈ ഒരു ഭാഗം അടച്ചൊക്കെ നമുക്ക് ഇങ്ങനത്തെ അടക്കലേന്. അയ്യോ ഓ കയറി ഒന്ന് ഈ ഒരു കുട്ടി ഒരു മെനു ഇല്ലാത്തൊരു ചെയ്താണ്. ഈറ്റങ്ങളൊക്കെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭ്രാന്താവും. മൈരാക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കുത്തുന്നു. ഞാൻ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നുതരാം. അതിൻ്റെ ഉള്ളിൽ പോവോ? ഇതിൻ്റെ ഉള്ളിൽ പോജ് പോ ചിലയിന്നൊരു തീട്ടം കാണിച്ച് ഇവരെ കൊണ്ടൊക്കെ വലിയ രങ്ങാറാണ് കേസ് ഈ വില്ലേജിനെ കൊണ്ടൊക്കെ. വേഗം ഇതിനുള്ളിൽ കൂട്ടും, വേഗം ഇതിനുള്ളിൽ കൂട്ട്. ഇതിനുള്ളിൽ പോ ചോദിച്ചാന് അല്ല ഞാനിപ്പോൾ കൊല്ലും. ഞാൻ ഒരു ആന്താവുണ്ട് വെച്ച് വേഗം ഇതിനുള്ളിൽ പോയിക്കോ. പോടാ. ഇതൊരു വഴിക്ക് നോക്കുന്നില്ല കേസ്. ഇത് നടക്കൂല. മഴ നെക്കി കൊല്ലേണ്ടി വരും. ആകെ ഒരു വില്ലേജസ് മാത്രമേ ഉള്ളൂ. ഈ ഒരു മരം കൂടെ മാത്രമേ ഉള്ളൂ പോയി ഈ ഒരു വില്ലേജിൽ. ബാക്കി എല്ലാവരും ചത്തും ചെയ്തു. ഒരാളെ കിട്ടിയെങ്കിൽ എനിക്ക് ഭാഗ്യം ഉണ്ടാവും. അല്ലെങ്കിൽ പോയിസ് നാരിവിടെ അടക്കേണ്ടി വരിച്ച്. വീട് വേണം തന്നെ. അത് ശരി തന്നെയല്ലേ. ഇവിടെ ഒറ്റ കുഞ്ഞിരാമൻ്റെ അരി ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ. ഇവിടെ മെജാക്ക് അതിനുള്ളിൽ കയറാൻ ഞാൻ വേറെ ആളെ നോക്കട്ടെ. പോയണ്ട് അതിനുള്ളിൽ പോ. വല്ലാത്തൊരു കഷ്ടപ്പാടെ കഴിക്കണം. അതൊക്കെ ഇതികാക്കി പറഞ്ഞാൽ ചില്ലറ ഇറങ്ങാനൊന്നുമല്ല. അല്ല ഇവിടെ ഓട്ടോക്കെ ഞാൻ വേറെ വില്ലേജസ് ഉണ്ട്. ഓട്ടോ ഗൈസ് ഞാൻ ഓനക്ക് ഭാഗ്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. കാരണം കുറേ തപ്പിയതിന് ഈ ഒരു ഭാഗത്ത് നിന്ന് മാത്രമേ ഞാൻ തപ്പിയില്ലായിരുന്നു. ഈ ഒരു ഭാഗത്ത് നോക്കിയപ്പോൾ അവിടെ ഇവിടെ ഒരു വില്ലേജസ് ഉണ്ട്. എവിടെയോ ഇവിടെ ഉണ്ട്. ഇവന് ഒരു മറ്റേ കുഴിയിലാക്കണം. അപ്പോൾ ഞാൻ അവനെ ഉള്ളിലാക്കിയിട്ട് ഇപ്പോൾ വരാം ഗൈസ്. ഞാൻ ഓക്കെ ഗൈസ്, നമുക്ക് ഒക്കെ സെറ്റായിട്ടുണ്ടെങ്കിൽ ഈ സാധനം പോരല്ലോ. ബെട്ടുകളൊക്കെ എടുത്താണ്ട് നമുക്ക് ഇവിടെ കൊണ്ടുപോയി വെക്കാം.
ഏതായാലും ഇനിയിപ്പോൾ അതിനുള്ളിലേക്ക് കയറിയാൽ മതി. അതിനുള്ളിലേക്ക് കയറുക ഒന്ന് കയറടാ അതിനുള്ളിലേക്ക്. ഈ വില്ലേജിനെ കൊണ്ട് വല്ലാത്ത അടങ്ങാറ് കേസ്. ഒരു ഞങ്ങൾ ഒരാൾ ഉള്ളിൽ കയറാൻ നിൽക്കുമ്പോൾ ഒരാൾ പുറത്ത് നോക്കാം. മാര്യാൾക്ക് ഉള്ളിൽ കഴിക്കോ? ഇരുട്ടായാലേ കാര്യമുള്ളൂ കൈസ്. നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ ബ്രെഡ് നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കണം. ബ്രെഡ് നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കിയാലേ നമുക്ക് വില്ലേജസിനെ ബ്രീഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വില്ലേജിന് ബ്രെഡ് കൊടുക്കാം. ഈ നേരത്തെ പോലും ഉറങ്ങല്ലേ. നേരാകുമ്പോൾ നമുക്ക് ഇതിൽ കൊടുക്കാനൊക്കെ നമുക്ക് ഇവിടെയും കുറച്ചുകൂടി വെക്കാക്കണ്ടേന്ന് തോന്നുന്നു. നമുക്ക് കടന്നുറങ്ങാം. ബാക്കി പണിക്ക് നമുക്ക് നേരം എടുത്ത് നോക്കാം. ഓക്കെ, ഇങ്ങനത്തെ ബ്രീഡ് ചെയ്യാല ബ്രെഡ് എന്നാ. ഞാൻ എന്ത് പണിയാണ് കേട്ടോ ഇവിടെ. നിങ്ങൾ ബ്രീഡൊക്കെ എന്താ വെച്ചാൽ കാട്ടിക്കോളി. ഞാൻ ഇവിടെ കാണിയിലാണ്. ഇനി ശല്യപ്പെടുത്താൻ പറ്റില്ല. ശല്യപ്പെടുത്തി വെച്ച് ദേഷ്യം വരും. ഇതൊക്കെ റെഡിയാക്കിയിട്ട് പാരഡൈസിന്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയും നമ്മൾ നീട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ നമുക്ക് സ്ഥലമായിപ്പോൾ. ഇവിടെ ഇപ്പോൾ ഈ 4 വട്ട വെച്ചോണ്ട് ഇവിടെ ഇപ്പോൾ 4 വില്ലേജസ് ഉണ്ട്. 2 വില്ലേജ് ബേബി ഉണ്ട്. നമുക്കിനി നമ്മളെ ഏരിയയിൽ എത്ര സാധനം നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഏത് ആടിൻ്റെ തൊലില്ല അവിടെ മുകളിലൊരു കച്ചവടം പോലെ നടത്തിയില്ലേ ഈ വില്ലേജിൻ്റെ. അത് നമുക്ക് ഫസ്റ്റ് പ്ലേസ് ചെയ്തേക്കാം.
അങ്ങനെ നമുക്ക് സെറ്റ് ആവുള്ളൂ. ഇത് നമ്മൾ വിട്ടു, നമ്മളെ വിട്ടൊന്നും വിട്ടാൻ പാടില്ല. കണ്ടോ, വില്ലേജ് ഒരു ബ്രീഡാണ്, ഒരു ബ്രീഡാണ്ട്. ഒരു ഭാഗത്തൊക്കെ എന്നാലല്ലേ നമുക്ക് ബ്രെഡ് അറിയാൻ പറ്റുള്ളൂ. മറ്റേ ഒരു ഭാഗത്ത് നിൽക്കുന്നില്ല, ഒക്കെ അങ്ങോട്ടോട്ട് വണ്ടി പാഞ്ഞടിച്ചത്. ഇങ്ങനെ ബ്രീഡാക്കിയാലും പ്രശ്നമാണ്, മറ്റേ വില്ലേജസ് ഒരു ഭാഗത്ത് അടങ്ങിക്കൂല. ആ ബ്രെഡ് പിന്നെ വേറെ ഡോർക്കൊക്കെ പോകും. മറ്റേ ഡിപ്രഷനിലായി തോന്നുന്നു. എന്തൊരു പണി. ബ്രീഡുണ്ട്, ബ്രീഡും കൊടുത്തുകൊണ്ടിട്ടുണ്ട്. രണ്ടരഞ്ചാണ് ത്രീസിന് കൊടുക്കുന്നുണ്ട്. അവരുടെ ശല്യപ്പെടുത്താൻ വന്നോണ്ടൊക്കെയാ. ബ്രീഡാവേ ഫോൺ നോക്കിയാ ഇതപ്പോൾ പ്രശ്നം. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് രണ്ടടും കുടിക്കേണ്ടി വരും വരാതെക്കാൻ. ഇല്ല, അങ്ങനെ ചെയ്ത് വെച്ചാലോ. അതാകുമ്പോൾ നമുക്ക് ആവശ്യമില്ല ഇതാവും ചെയ്യും. ബ്രീഡാണ്ട് നമ്മളൊരു വില്ലേജ് ബേബി വരുന്നുണ്ട്. പേര് എത്രണ്ണായി? 1 2 3 4 4 അഞ്ചാമത്തെ വന്നു. അഞ്ചാമത്തെ എവിടെ? അതായില്ലേ, 4 ഉള്ളൂ. ബ്രീഡാണ്ട്. ആ ഒരു തീട്ട ബേബീനെ നമുക്ക് കൊന്നാലേ നമുക്ക് അതിൻ്റെ അടി കയറി എന്നിട്ടാക്കാൻ മുട്ടീന്ന് കയറിയിട്ടില്ല. വന്നിട്ട് നമ്മളെ പോലെ പ്രേമിച്ചുകൊണ്ടിരിക്കുന്നത് കളയാനായിട്ട് പോകണൊക്കെയാ. പഠിച്ചോനെ, ഞാൻ കൊന്നല്ലോ ചെയ്താനേ. ഓക്കെ, പോണ ഓരാട്ടിയിടാതെ ഇച്ച് പോടുന്ന എന്നോടാ പറഞ്ഞ. ഒരാൾ പോയി കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ആള് ആണല്ലോ. എത്ര ബെഡ് ബാക്കിയുണ്ട്? 2 ബെഡ് ബാക്കിയുണ്ട്. എന്തായി? നമുക്ക് ഇവിടെ കുടുക്കി വെച്ചാലോ ആലോചിച്ചു. ഒരു മൂലക്ക് ഈ ഒരു മൂലക്ക് ഇതാക്കി വെച്ചാൽ അതാകുമ്പോൾ നമുക്ക് ആവശ്യമില്ല വില്ലേജ് ബേബിനും കിട്ടും. ഓരങ്ങനെ ബ്രീഡായി കൊടുക്കും ചെയ്യും. അതിന് വരിയായിട്ട് ഇങ്ങനെ ബെഡ് ഇങ്ങനെ വെക്കേണ്ടി വരും. പക്ഷെ ഇത് പറ്റൂല. ഏതായാലും ഞാൻ കാണുന്നുണ്ട് ഇതുപോലൊക്കെ ഒരു രസം. ഒരാൾ കടന്നുണ്ടോ ചെറിയൊരിതാ വലുതാണ്. ഒരാൾ വലുതായി തന്നെ അല്ലേ? ഇല്ല,
ഈ രണ്ടാളും വൈക്കോലിപ്പം തോന്നിട്ടില്ല, ഇഷ്ടം പറഞ്ഞുണ്ട്. ഒരു സ്റ്റേക്ക് നമുക്ക് നോട്ട് നമുക്ക് തിന്നാന്. ബാക്കിയുള്ള ബ്രെഡൊക്കെ വില്ലേജ് ആവുന്നോട്ടെ. അപ്പോൾ ഗൈസ്, ഇനി ഓലായി ഓല പാടായി, നമ്മൾ ഇതിൽ ഇടപെടാൻ നിൽക്കില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ എന്തൊക്കെ ഇതിൽ വേണ്ടതിലൊക്കെ കമൻറ്റ് ചെയ്യുക എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ബായ്.